ഹലോ, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ള LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത് എന്നാണ്. അപ്പോൾ ബി ഓപ്ഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ചാന്നാർ ലഹള, പിന്നെ വരുന്നത് മലബാർ കലാപം, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വൈക്കം സത്യാഗ്രഹം, ലാസ്റ്റത്തതായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അപ്പം അതിൻ്റെയൊക്കെ വർഷങ്ങൾ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം വൈക്കം സത്യാഗ്രഹം 1924 അല്ലേ. ചാന്നാർ ലഹളയാണെങ്കിലോ 1829 അല്ലേ. പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരമാണെങ്കിൽ 1936. അതുപോലെ തന്നെ മലബാർ കലാപം എത്രയാണ്? 1921 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ശരിയായവ എന്നുള്ളത് 1, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. അത് കറക്റ്റാണ് അല്ലേ. ഇനി 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അതും കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് കറക്റ്റായിട്ട് ഉള്ളത് അല്ലാത്തത് അല്ലേ. അപ്പോൾ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 അല്ലേ. ഇതിൽ കൊടുത്തിട്ടുള്ളത് 21 ഏപ്രിൽ 13 എന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായിട്ട് നാറ്റോ അല്ലേ ബന്ധമില്ലാത്തത് ഏത് എന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 2ഉം 4ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകളായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2ഉം 4ഉം വായിക്കാം. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ് അല്ലേ. ഇതിൻ്റെ ആസ്ഥാനം ജനീവ അല്ല അല്ലേ. ഇനി അടുത്തത് നാലാമത്തേതെന്ന് പറയുന്നത്, റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അതും കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയാണ്. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1941 പ്രസ്താവന എന്ന് പറയുന്നത് 1949 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. അത് കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അത് രണ്ടും കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കറക്റ്റ് അല്ലാത്ത പ്രസ്താവന 2ഉം 4ഉമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ തെറ്റായ ജോഡിയായിട്ട് വരുന്നത് സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടെയർ. അതാണ് കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഉള്ളതൊന്ന് നോക്കിയിട്ട് പോകാം. അടുത്ത എക്സാമിന് നമുക്ക് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ നമുക്ക് നോക്കാം. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബാണ് റോബസ്പിയർ. ഏപ്രിൽ തിസീസ് എന്ന് പറയുന്നത് VI ലെനിൻ്റേതാണ് ഏപ്രിൽ തിസീസ്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്നത് വോൾട്ടെയറിൻ്റേതാണ് സ്പിരിറ്റ് ഓഫ് ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തവയിൽ അബ്ദുൽ ഗഫാർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് കേട്ടോ. അപ്പം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അബ്ദുൽ ഗഫാർ ഖാനാണ്. 1988 ജനുവരി 20 അന്തരിച്ചിട്ടുള്ളത്. 1987 ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട്. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പം ഇത്രയും എല്ലാം കറക്റ്റായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് കേട്ടോ. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വാതന്ത്ര്യാനന്തര സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയിൽ ശരിയേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. അതിൽ 1ഉം 3ഉം 4ഉം കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകളാണ്. ഇത് രൂപീകരിച്ചത് 1953 1953 ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അടുത്തത് ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗമായിരുന്നു. ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് അല്ലേ. അപ്പം ഇത് നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിൽ കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ് കറക്റ്റ് അല്ലാത്തത് കേട്ടോ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്നാണ്. അപ്പോൾ അതിൽ 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന
പ്രസ്താവനകൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഏറ്റവും താഴത്തെ പാളി ഏതാണ്? അത് ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണല്ലോ. ഇനി അടുത്തത്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. അത് എന്താണ്? അത് കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഇനി അടുത്തത്, ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണ്. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയല്ല അല്ലേ. ഇനി അടുത്തത്, അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അതും കറക്റ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സമുദ്രജല പ്രവാഹം ഏതെന്നാണ്? അത് അഗുൾ ഹാസ് പ്രവാഹമാണ്. അഗുൾ ഹാസ് പ്രവാഹമാണ് മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്? 1 ഉം 4 ഉം എന്നിവയാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അത് കറക്റ്റാണ് അല്ലേ. ഇനി അടുത്തത്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇതും കറക്റ്റായ പ്രസ്താവനയാണ്. എന്നാൽ ഇനി കറക്റ്റ് അല്ലാത്ത പ്രസ്താവനകൾ നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിലെ തലസ്ഥാനം അഹമ്മദാബാദാണ്. അത് രണ്ടും കറക്റ്റ് അല്ലാത്ത പ്രസ്താവനകളാണ്. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലകളിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്? ഹരിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതെന്നാണ്? NW3 ആണ് അല്ലേ. NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്നത്. ഇനിയുള്ള LD ക്ലർക്ക് പരീക്ഷയുള്ളവരെല്ലാവരും ഈ ഒരു ഭാഗമൊക്കെ ശരിക്ക് നോക്കി വെക്കുക അല്ലേ. അപ്പം അതുപോലെ തന്നെ ദേശീയ ജലപാതകൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏതെന്നാണ്? അത് സൗദി അറേബ്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ പ്രസ്താവനകൾ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 മാത്രം കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയാണുള്ളത്. അപ്പോൾ 1 ഉം 4 ഉം 1, 2, 3 നമുക്ക് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ടു. ഇതിൽ കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയായിട്ടുള്ളത് ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗോതമ്പ്, നെല്ല്, ചോളം, പയറ് വർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചിട്ടുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ B ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അപ്പം ഇവയെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രസ്താവന 1 എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അടുത്ത പ്രസ്താവന 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ്? അപ്പം 2ാമത്തെ പ്രസ്താവനയാണ് കറക്റ്റ്. ആദ്യത്തേത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണം. അടുത്തത് വരുന്നത് ഭൂപരിഷ്കരണമാണ് അടുത്തതായിട്ട് വരുന്നത്. അടുത്തത് ബാങ്ക് ദേശസാൽക്കരണം വരുന്നു. 500, 1000 നോട്ടുകളുടെ നിരോധനം. അപ്പം ആദ്യത്തേത് ആസൂത്രണ കമ്മീഷൻ രൂപീകരണമാണ്. അടുത്തത് ഭൂപരിഷ്കരണമാണ്. ബാങ്ക് ദേശസാൽക്കരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം. അതിൻ്റെ കറക്റ്റ് ഇയറുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നതാണ് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2 രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയായതും ത്വരിതപ്പെടുത്തിയതുമായിട്ടുള്ള നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ
രാജ്യത്ത് നടപ്പിലാക്കി. ഇപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ്. അതിൽ സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേതെന്ന് പറയുന്നത് ബി ആണ്. അടൽ ഇന്നൊവേഷൻ മിഷൻ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. രണ്ടാമത്തേത് സി ഓപ്ഷനാണ്. മെഥനോൾ സമ്പദ്ഘടന, എണ്ണ ഇറക്കുമതി ബില്ല് ചെലവ് കുറക്കുക. ഇനി അടുത്തത് 3D ആണ്. സഹകരണ ഫെഡറലിസമാണ്. അത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. 4A ആണ്. ശൂന്യ ക്യാമ്പയിനാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായുമലിനീകരണം കുറയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ പ്രസ്താവന 2, 3 ശരിയാണ്. പ്രസ്താവന 1, 4 ശരിയല്ല. അപ്പം 1ഉം 4ഉം ശരിയല്ല അല്ലേ. അപ്പോൾ സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറക്കുക എന്നുള്ളത് കറക്റ്റ് അല്ലാത്ത പ്രസ്താവനയാണ്. അതുപോലെ തന്നെ ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും കറക്റ്റ് അല്ല. ഇനി കറക്റ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായിട്ട് സംയോജിപ്പിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ്. അതിൽ 1ഉം 3ഉം കറക്റ്റായ പ്രസ്താവനകളാണ്. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. അതുപോലെ തന്നെ 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കുവാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണെന്നാണ്. അതിൽ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. രണ്ടാമത്തേത്, സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറൻറ്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യത്തിൻ്റെ അംഗീകാരം വേണം. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതെന്നാണ്. അതിൽ 1ഉം 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ചെയർമാനായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായിട്ട് വരുന്നു. മനുഷ്യാവകാശങ്ങളുടെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായിട്ട് വരുന്നു. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അത് മാൻസുഖ് മാണ്ഡവ്യ. അടുത്തത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണെന്നാണ്. അത് 15ാമത്തെ പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 26ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ അസീസി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആണെന്നാണ്. അത് അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്തിൻ്റെ പ്രസിഡൻ്റാണ്. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ, സ്നേഹസാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹസാന്ത്വനമാണ് സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾ പ്രതിമാസം ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? 2012 പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. അത് 1, 2, 3 ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടികളുടെ മൊഴിയെടുക്കുന്നവർ
പോക്സോ കേസുകളിൽ കുട്ടികളുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കരുത്. അപ്പം ഇത്രയുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാത്സല്യ നിധി പദ്ധതി സംബന്ധിക്കുന്ന ഏറ്റവും യോജിച്ച പ്രസ്താവന ഏതാണെന്നാണ്. അത് 1ഉം 3ഉമാണ്. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണെന്നാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അപ്പോൾ ഇത്രയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ്. അത് 2ആണ് ശരിയായിട്ടുള്ളത്. ശ്രീ എം ഷാജറാണ്. ഇനി അടുത്തത് 32, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ്. 33, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള പ്രസ്താവന. 1ഉം 3ഉമാണ്. വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴ ഇല്ല എന്നും സൂചിപ്പിക്കുന്നു. ഇനി മഞ്ഞ നിറമാണെങ്കിൽ നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത്, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ഏതാണെന്നാണ്. അത് ടെൻഡനാണ്. കഴിഞ്ഞ UPയുടെ എക്സാമിൽ വന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യന് തന്നെയാണ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്തത് 35, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. അതുകൊണ്ടാണ് റീസെൻ്റ്ലി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഇനി അടുത്തത് 36, ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണം ഏതാണ്? അത് രക്തമാണ് അല്ലേ. അടുത്തത് 37, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായിട്ടുള്ള അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? അത് കരളാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? അക്രോമെഗലിയാണ്. അക്രോമെഗലി. അടുത്തത്, ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിനുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈമാണ്. ലൈസോസൈമാണ്. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? അത് മിഠായിയാണ്. മിഠായി. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒരു 5ൽ കൂടുതലെങ്കിലും ഈ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അത് സൗദി അറേബ്യയാണ്. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ, 1 മീറ്റർ ഉയരത്തിൽ മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 kg മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും എന്നാണ്. അപ്പം അവിടെ ഇത് കൊടുത്തിട്ടുള്ളത് G കൊടുത്തിട്ടുള്ളത് 10 m/s² ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റും. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ അല്ലേ. സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ ഏതാണ്? mgh അല്ലേ. അത് വെച്ചിട്ട് 2 ജൂളാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ജിയുടെ സ്ഥാനത്ത് 10 ഇട്ട് കൊടുത്താൽ മതി. ഇനി 43, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. 44, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിൽ താപനില എത്രയാണെന്നാണ്. അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ച തീയതി ഏതാണ്? ആഗസ്റ്റ് 23 സൂര്യനെയും ബാഹ്യ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജദ്രാവകം അഥവാ അക്കോറീജിയ എന്നാൽ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന അനുപാതത്തിൽ എടുക്കുന്നതിനെയാണ് കേട്ടോ. ഇനി 48, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏതാണ്? അത് സാഞ്ചിയാണ്.
49 താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണെന്നാണ്. അത് സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനി ആയിട്ടുള്ളത്. അടുത്തത് താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അത് ക്വാണ്ടം ഡോട്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. അടുത്തത് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസിലാണ് കേട്ടോ, സർക്കസിലാണ്. അടുത്തത് തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കുഞ്ഞനന്തൻ നായരാണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 55 പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചെല്ലുന്നോൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പഴിച്ചോവർ ഏത് കൃതിയിലെ വരികളാണ്? മൊഹിയുദ്ദീൻ മാലയിലേതാണ്. 56 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. 57 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദയാണ്. 58 മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് കേരള വന ഗവേഷണ കേന്ദ്രമാണ്. 59 ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ഡാഷ്, ടെറാബൈറ്റ്. ഇതിൽ ഡാഷ് വരുന്നിടത്ത് ഗിഗാബൈറ്റ് ആണ് വരുന്നത് കേട്ടോ. 60ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. അപ്പം അതിൽ 1, 3, 4 ഇവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പം എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്. അത് തെറ്റായ പ്രസ്താവനയാണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ആണ്. ആൻഡ്രോയിഡ് ഗൂഗിളാണ്. അടുത്തത് താഴെ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. ക്യാനാണ് കൂട്ടത്തിൽ ചേരാത്തത്. അടുത്തത് താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്നാണ്. അത് ടെലിഗ്രാം ആണ്. അടുത്തത് ഡീപ്പ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗപ്പെടുത്തുന്നതാണ്. അടുത്തത് 64 വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. 64ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറിനെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. 65 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങളാണ് നിസ്വാർത്ഥ സേവനങ്ങൾ. 66 ഇന്ത്യയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ പ്രവർത്തനം അല്ലാത്തതെന്നാണ്. അതിൽ പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നതാണ്. ബാക്കിയുള്ളതെല്ലാം ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. പട്ടികവർഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഭരണഘടന പ്രകാരം പട്ടികവർഗങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഗാർഹിക അതിക്രമണത്തിൽ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അതിൽ മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാമാണ്. മാനസികവും ശാരീരികവുമായിട്ട് പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം. ഇനി 68 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം നിലവിൽ വരുന്നതിൽ ഏതാണെന്നാണ്. ഇത് 2012 ആണ് കേട്ടോ, 2012. അടുത്തത് 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്നാണ്. അത് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ് രേഖ ശർമ്മയാണ് കേട്ടോ, രേഖ ശർമ്മ. ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് നോക്കി പോവാം. ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. അടുത്ത് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡേഷ് അറൈവ്ഡ്. അവിടെ ഹാസ് ആണ്, ഹാസ് അറൈവ്ഡ് ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഷാൾവി ആണ് വരിക. ലെറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഷാളാണ് വരിക എന്നറിയാം അല്ലേ. ഇനി അടുത്തത് ചേഞ്ച് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹീ സെയ്സ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. അപ്പം അത്
ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം ഹീ സേയ്സ് ദാറ്റ് ഹീ ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്നാണ് വരുന്നത്. ഇനി ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ, വുഡ് ഹെൽപ്പ് ആണ് കേട്ടോ അവിടെ വരിക, വുഡ് ഹെൽപ്പ്. അടുത്തത് 85, ദ ഡോൾ ബിലോങ്സ് ടു ദ ചൈൽഡ് എന്നാണ് വരിക കേട്ടോ, ടു ആണ് അവിടെ വരുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? പ്രൊപ്രൈറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. ഇനി അടുത്തത് ദ ഇഡിയം ബോൺ ഓഫ് കണ്ടക്ഷൻ മീൻസ് എന്താണ്? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട് ആണ്. അടുത്തത് ദ ഡേഷ് ഓഫ് വോൾവ്സ് ഹോൾഡ് അറ്റ് ദ മൂൺ, അതിൽ ആൻസർ വരുന്നുണ്ട് പാക്ക് ആണ്. ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് അമെൻമെൻറ്റ്, അമെൻമെൻറ്റിൻ്റെത് സിനോണിമ് വരുന്നത് ഏതാണ്? മോഡിഫിക്കേഷൻ ആണ് കേട്ടോ, മോഡിഫിക്കേഷൻ. അടുത്തത് ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ഡെഫിസിറ്റ്, ഡെഫിസിറ്റിൻ്റെ ആൻറ്റോണിമ് വരുന്നത് സർപ്ലസ് ആണ്, സർപ്ലസ്. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതി ഇല്ലാത്തവൻ എന്നതാണ് കേട്ടോ, സന്തതി ഇല്ലാത്തവൻ. ഇനി താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതെന്നാണ്? കവയിത്രി. അതൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏതാണ്? അത് പുരുഷന്മാരാണ് അല്ലേ, പുരുഷന്മാരാണ് സലിംഗ ബഹുവചനത്തിൽ വരുന്നത്. ഇനി ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായിട്ട് വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെയാണ്? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം എന്നാണ്. ഇനി പുട്ട് ഔട്ട് അല്ലേ, പുട്ട് ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? അണക്കുക അല്ലെ, എക്സ്റ്റിങ്ക്വിഷ് ആണ് പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഫ്രേസൽ വെർബിൽ പഠിച്ചിട്ടുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണ്? അശ്വത്മാവാണ് അല്ലേ, ദ്രൗണി എന്ന് പറയുന്നത് അശ്വത്മാവാണ്. ചിന്മുദ്ര എന്ന പദം ശരിയായിട്ട് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര, ചിത്ത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. ഇനി അടുത്തത് കേരള മാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? വിശ്വസ്തൻ എന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ഓൾ.